ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കുന്ന വീഡിയോ ഒന്നും അല്ല. കാരണം ഇന്ന് ലീവായിട്ടിരുന്ന സമയത്ത് ഒരു പഴയ ഹോം തിയേറ്ററിൻ്റെ ബോക്സ് കിട്ടിയതാണ്. അപ്പോൾ അതിനെ നമ്മളൊരു ആംപ്ലിഫയർ ഒക്കെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ട് ബ്ലൂടൂത്തും അതുപോലെ USB ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഒറ്റ ബോക്സിനകത്ത് തന്നെ പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എല്ലാ സാധനവും. പക്ഷെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് അതിലൊരു പാട്ട് നല്ല ക്ലിയറിൽ കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം നമുക്ക് എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ച് ചെയ്താലും കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചത്. അതല്ലെങ്കിൽ ഇത് ദൂരെ കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ നല്ല പണിയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ എക്സോ ബ്ലേഡിൽ കോറിയാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡ്രില്ല് കൊണ്ട് തുളച്ചിട്ടൊക്കെ എടുക്കാം. പക്ഷേ ഒന്നുകൂടെ ഫിനിഷിങ്ങിൽ കിട്ടുന്നത് എക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്താണ്. പിന്നെ നമ്മളിതിൽ വോളിയം കൺട്രോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിൽ തന്നെ കൊടുത്തു. നമ്മളിതിങ്ങനെ കുത്തനെ കൊടുക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു കർവ് മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റഡി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും. പിന്നെ ഇതൊരു 2.1 ഹോം തിയേറ്റർ ബോർഡാണ്. അതിൻ്റെ തന്നെ USB ബോർഡും. ഇത് വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ ഇവിടെ കുന്നംകുളം ഭാഗത്ത് കിട്ടുന്ന ഒരു ബോർഡാണ്. നല്ല ക്ലിയർ സൗണ്ടാണ്. അതാണ് ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം കൺട്രോൾ കൂട്ടുന്ന സമയത്ത് ഇതിൻ്റെ സബിൻ്റെ സൗണ്ടും ഒരുമിച്ച് കൂടും. അത് കുറച്ച് കഴിഞ്ഞാൽ സബിൻ്റെ സൗണ്ടും കുറയും. അപ്പോൾ അങ്ങനെ വരുന്നത് ഒരു പ്രശ്നമാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ കറണ്ട് കൊടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 12.012-ൻ്റെ നമ്മൾ വെച്ചിരിക്കുന്നത് 1 ആംപിയർ ട്രാൻസ്ഫോമറാണ്. 2 ആംപിയർ വയ്ക്കാം, 3 ആംപിയർ ഒക്കെ വയ്ക്കാം. 2 ആംപിയറാണ് ഒന്നുകൂടെ നല്ലതെന്നാണ് ഇതിൻ്റെ ഇത്. പിന്നെ നമ്മൾ ഈ ഒരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC അത് ഇതിൽ തന്നെ നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ബോർഡിൻ്റെ ഒപ്പം കിട്ടുന്നില്ല. ഈ ഒരു കപ്പാസിറ്ററും പിന്നെ ഇവിടെ ഒരു സിനാർ ഡയോഡ് വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബോർഡിനെ ഒന്ന് നമ്മുടേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മൾ. അതായത് ഇതിൻ്റെ സബ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബോർഡിലെ കുറച്ച് സർക്യൂട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ രീതിയിൽ ഇതിൻ്റെ വോളിയം കൂട്ടുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് കൂടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്പീക്കർ വേറെ കൂട്ടാൻ പറ്റണം, സബ് വേറെ കൂട്ടാൻ പറ്റണം. ആ ഒരു രീതിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇൻപുട്ടിൽ നിന്നും ഒരു വയർ എടുത്തിട്ട് സബിൻ്റെ ഇൻപുട്ട് പോകുന്ന ഭാഗത്തോട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിട്ടുള്ള സർക്യൂട്ടിനെ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വോളിയത്തിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബോർഡിന് എനിക്ക് തോന്നിയൊരു ഗുണമെന്ന് പറയുന്നത് ഇതിന് ഒരു നോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലിയർ സൗണ്ടാണ്. ഓൺ ചെയ്ത് വെച്ച് നമ്മൾ പാട്ട് കൊടുത്താൽ മാത്രമാണ് അത് ഓണായിട്ടുണ്ട് എന്നുള്ളത് നമ്മളറിയുക. അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള കാരണം. ചെറിയ ഒരു ബോക്സിനകത്ത് നമുക്ക് വേണ്ട എല്ലാ സംഭവവും നമ്മളിപ്പോൾ ഇത് ഒരു ഹെഡ്സെറ്റൊക്കെ വാങ്ങിക്കുന്ന ചിലവിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റി.